മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആദ്യമായി നിങ്ങൾക്കെല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു. ഇന്നത്തെ വീഡിയോയിൽ കർക്കിടകം രാശിക്കാരുടെ വർഷം 2024 ജനുവരി മാസത്തിലെ പൊതുമാസഫലങ്ങളാണ് പറയുന്നത്. ഈ മാസത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ഗുരു മേടം രാശിയിലും കേതു കന്നി രാശിയിലും ബുധനും ശുക്രനും വൃശ്ചികം രാശിയിലും സൂര്യനും ചൊവ്വായും ധനുരാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ സഞ്ചരിക്കുന്നത്. ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇപ്രകാരമായിരിക്കും. ജനുവരി 7-ാം തീയതി ബുധൻ വൃശ്ചികം രാശിയിൽ നിന്നും ധനുരാശിയിലേക്കും 15-ാം തീയതി സൂര്യൻ ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും. സൂര്യൻ്റെ ഈ രാശിമാറ്റം ഹിന്ദുക്കളെല്ലാം മകരസംക്രാന്തി ആയിട്ടാണ് ആഘോഷിക്കുന്നത്. ജനുവരി 18-ാം തീയതി ശുക്രൻ വൃശ്ചികം രാശിയിൽ നിന്നും ധനുരാശിയിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. മാസാരംഭത്തിൽ ചിങ്ങത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ 2.25 ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ ജനന സമയം, ജനനസ്ഥലം, മഹാദശ, അന്തർദശ എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ഇനി നമുക്ക് മാസഫലത്തിലേക്ക് കടക്കാം. ആദ്യമായി കർക്കിടകം രാശിക്കാരുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. നിങ്ങളുടെ കേന്ദ്രസ്ഥാനമായ 10-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് നിങ്ങൾക്ക് അനുകൂല ഫലങ്ങൾ നൽകുന്നതായിരിക്കും. ചൊവ്വയുടെ ദൃഷ്ടി നിങ്ങളുടെ 1-ാം ഭാവത്തിൽ പതിക്കുന്നതും ആരോഗ്യത്തെ നല്ല സ്ഥിതിയിൽ നിർത്തുന്നതായിരിക്കും. അതിനാൽ ഈ മാസം കർക്കിടകം രാശിക്കാർ ആരോഗ്യസ്ഥിതികളെപ്പറ്റി ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസം എങ്ങനെയായിരിക്കും ഈ മാസമെന്ന് നോക്കാം. 5-ാം ഭാവമാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 5-ാം ഭാവത്തിൽ ബുധനും ശുക്രനും നിൽക്കുന്നുണ്ട്. ബുധൻ 7-ാം തീയതി 6-ാം ഭാവമായ ധനുവിൽ പ്രവേശിക്കുന്നതായിരിക്കും. ഈ മാസം 7-ാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നിന്നും ശ്രദ്ധ വ്യതിചലിക്കുവാൻ സാധ്യതകളുണ്ട്. ചില ചീത്ത കൂട്ടുകെട്ടുകളിൽ പെടാനും സാധ്യതകളുണ്ട്. ബുധൻ വിദ്യയുടെ കാരകനാണ്. 7-ാം തീയതി ബുധൻ 6-ാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ ഇവിടെ വിപരീത രാജയോഗവും നിർമ്മിതമാകുന്നതായിരിക്കും. 6ഉം 8ഉം 12ഉം ഭാവങ്ങളുടെ അധിപൻ 6ഓ 8ഓ 12ഓ ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത്. ഇവിടെ 12-ാം ഭാവാധിപൻ ബുധൻ 6-ാം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത്. ഇത് ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത്. ഇനി നിങ്ങളുടെ ലവ് റിലേഷൻസ് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. 5-ാം ഭാവം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 5-ാം ഭാവാധിപൻ ചൊവ്വ 6-ാം ഭാവത്തിലായിരിക്കും മാസം മുഴുവനും നിൽക്കുന്നത്. അതിനാൽ അന്യോന്യം സംസാരിക്കുന്നതും പെരുമാറുന്നതും വളരെ ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ. ഈ സമയത്ത് നിങ്ങളിൽ ഒരു അഗ്രസീവ്നെസ് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. 7-ാം ഭാവാധിപൻ ശനിയാണ് നിൽക്കുന്നത്. നിങ്ങളുടെ 8-ാം ഭാവത്തിലാണ്. ഇപ്പോൾ നിങ്ങൾ അഷ്ടമശനിയുടെ പ്രഭാവത്തിലുമാണ്. പക്ഷേ ഇവിടെ ശനിയുടെ ചില പ്രത്യേകതകൾ കാരണം ശനിയുടെ അശുഭഫലങ്ങൾ നിങ്ങൾക്ക് കുറവായിരിക്കും ലഭിക്കുന്നത്. ഒന്നാമത്, ശനി നിൽക്കുന്നത് തൻ്റെ സ്വരാശിയും മൂലത്രികോണ സ്ഥാനവുമായ കുംഭം രാശിയിലാണ്. ഇവിടെ ശനി പോസിറ്റീവ് ഫലങ്ങളായിരിക്കും നൽകുന്നത്. രണ്ടാമത്, ശനി ഇവിടെ വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട്. അതായത് 8-ാം ഭാവാധിപനായ ശനി നിൽക്കുന്നത് 8-ാം ഭാവത്തിൽ തന്നെയാണ്. അതിനാൽ ശനി ഈ സമയത്ത് ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത്. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും. കരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 10-ാം ഭാവാധിപൻ ചൊവ്വയാണ്.
ചൊവ്വ നിൽക്കുന്നത് വ്യാഴത്തിൻ്റെ രാശിയായ ധനുവിലാണ്. വ്യാഴം നിൽക്കുന്നത് ചൊവ്വയുടെ രാശിയായ മേടത്തിലുമാണ്. ഇതിനെ പരിവർത്തന യോഗം എന്നാണ് പറയുന്നത്. ഈ സമയം കരിയറിനെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായിരിക്കും. ഭാഗ്യസ്ഥാനത്ത് ചൊവ്വയുടെ 4ാം ദൃഷ്ടി പതിക്കുന്നതും നിങ്ങൾക്ക് ഭാഗ്യസ്ഥിതികൾ നല്ലതാക്കുന്നതായിരിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് ഈ സമയത്ത് നന്നായി പരിശ്രമിച്ചാൽ ജോലി ലഭിക്കുവാനുള്ള എല്ലാ ചാൻസുകളും ലഭിക്കുന്നതായിരിക്കും. കർമ്മസ്ഥാനം ശുഭകരമായതിനാൽ ബിസിനസ്സിലും ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതായിരിക്കും. കൂടാതെ 7ാം ഭാവാധിപൻ ശനിയുടെ പൊസിഷൻ നല്ലതായതിനാൽ ബിസിനസ്സിലും നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. സാമ്പത്തിക സ്ഥിതികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ പൈസ സേവ് ചെയ്യാൻ അല്പം വിഷമമായിരിക്കും. 15-ാം തീയതി സൂര്യൻ മകരം രാശിയിൽ പ്രവേശിക്കുമ്പോൾ ഇതിൽ കുറച്ചൊക്കെ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. കുടുംബത്തും ഈ സമയത്ത് വാദവിവാദങ്ങളോ ബന്ധുക്കളുമായി കലഹങ്ങളോ ഒന്നും ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ഇതാണ് കർക്കിടകം രാശിക്കാരുടെ 2024 ജനുവരി മാസത്തിലെ പൊതു മാസഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.